ഈ അഹങ്കാരമാണ് എന്ന് പറയുന്നവര് എങ്ങനത്തെ ആളുകളാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഈ ഇടായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് ആക്റ്റീവാ, കുറച്ച് കൂടുതലില്ല, കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോസ്റ്റ് ഇടും, എപ്പോഴെങ്കിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യും. ഇതിലൊക്കെ ഈ ഫേസ്ബുക്കിൽ ഒരു സെക്ഷൻ ഉണ്ട്, നമ്പർ കൊടുക്കുന്ന സെക്ഷൻ. അറിയാതെ എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ഈ ഫേസ്ബുക്ക് ലിങ്ക് ആയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്റേതും നിനക്ക് വരുന്ന മെസ്സേജ് എനിക്കും കാണാൻ അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് ഫേസ്ബുക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ മൂപ്പർ എനിക്ക് ഫേസ്ബുക്ക് സെറ്റ് ആക്കി തന്നെ. മൂപ്പർക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. മൂപ്പർ അതിൽ എവിടെയോ നമ്പർ കൊടുക്കാനുള്ള സെക്ഷനിൽ നമ്പർ കൊടുത്ത്, ആ നമ്പറിൽ ഇപ്പം എന്റെ ഫേസ്ബുക്ക് ഷഹജാൻ മലപ്പുറം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് തുറന്നാൽ കാണാൻ നമ്പർ, അത് ഈ പറയുന്ന ആർക്കും അറിയില്ല എന്റെ ഹസ്ബൻഡിനാണ്. എനക്ക് ഇപ്പൊ എന്റെ ഫോണിന്റെ കൈമില്ല, ഫോണിൽ ഞാൻ കാണിച്ചു തരാം മെസ്സേജിന്റെ ലിസ്റ്റ്. എന്തോരം മെസ്സേജാന്നറിയോ, ഒരു ഫോട്ടോ ഇടാൻ വയ്യ, ഒരു വീഡിയോ ഇടാൻ വയ്യ, എന്തോരം മെസ്സേജാന്ന് വെച്ചാൽ കണക്കില്ല. ഞാൻ പറഞ്ഞാല് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാച്ചിട്ട് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം അത് ഞാൻ ഓപ്പൺ ചെയ്യും, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അത് ഔട്ട് ചെയ്യും. അത് എന്തുകൊണ്ടെന്നറിയോ, അത്രയും പ്രയാസമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത ആളുകളാണ് നമ്മളോട് പിന്നെ ഇഷ്ടവും വേറുള്ളതും പറഞ്ഞു വരുന്നത്. ബാഡായിട്ടാണ് വരുന്നത്. ബാഡായിട്ട് വീഡിയോ കോൾ ചെയ്യണ ബാഡല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്നെ എനിക്ക് അറിയുമെങ്കിൽ എനിക്കിടാ വീഡിയോ കോൾ ചെയ്യോ? നീ വീഡിയോ കോൾ എപ്പോഴും നിനക്ക് എടുക്കാം അല്ലെ? എന്നെ അറിയാത്ത ഒരാളെ എങ്ങനെ പെട്ടെന്ന് എന്നെ കയറി വീഡിയോ കോൾ ചെയ്യാൻ പറ്റും? എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ ഫോൺ തുറക്കാൻ വയ്യ. ഫോൺ തുറന്നാൽ ഇതാണ് കാണുക. എന്നോട് പറയും, ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ, എന്റെ അല്ല ഫോൺ തൊടാൻ വയ്യ.